രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സജ്ജീയമാർഗം അന്വേഷിപ്പോനേ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സജ്ജീയമാർഗം അന്വേഷിക്കോനേ. സജ്ജീയ വഴിയോ വാതിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ. സജ്ജീയ വഴിയോ വാതിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ. സജ്ജീയ വഴിയോ അഗ്നി യേശുരാജൻ പാദം ചുംബിക്കാൻ. പാപം മൃത്യു ശാപ ഘോരപീഡയാൽ മനമുരുകും മധ്യസഹിട. പാപം മൃത്യു ശാപ ഘോരപീഡയാൽ മനമുരുകും മധ്യസഹിട. അധ്വാനിക്കുന്നു ഭാരം വഹിപ്പോ യേശുവിൻ്റെ പാത ചേരുക. അധ്വാനിക്കുന്നു അഗ്നി 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 അഗ്നി. ദൈവമേ അങ്ങ് സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇരിക്കാം. പ്ലീസ് ബി സീറ്റഡ്. സങ്കീർത്തനം 121 5-ാം വചനം. Psalm 121 verse 5. സംഗീതം 121 5-ാം വചനം. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. ആമേൻ. പുത്താണ്ടിൽ തൻ്റെ ജനത്തിന് ദൈവം വാത്സല്യത്തോട് തൻ്റെ ദാസനിൽ കൂടി നിങ്ങൾ ഓരോരുത്തർക്കും തന്നിരിക്കുന്ന വാഗ്ദത്ത വചനം, അവൻ പരിപാലിക്കുന്ന ദൈവം. പരദേശികൾ നാം ഓരോരുത്തരെയും സ്വന്തം കുഞ്ഞിനെ പോലെ പരിപാലിക്കുന്ന ദൈവം. God is our keeper. പരിപാലിക്കുന്ന ദൈവം. கர்த்தர் உன்னை காக்கிறவர். வேதம் சொல்லுகிறது தேவன் உன்னை காக்கிறவர். கர்த்தர் உன் வலது பக்கத்திலே உனக்கு நிழல், தணல். தெய்வம் നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പൊള്ളുന്ന വെയിലിൽ കൊള്ളുന്ന തണൽ ഇമ്പകരം. ആമേൻ. എത്ര വെയിൽ ആഞ്ഞടിച്ചാലും നിനക്കൊരു ഉറപ്പ് വേണം, എൻ്റെ അപ്പൻ എന്നോട് കൂടെ ഉണ്ട്, എനിക്ക് തണൽ തരുവാൻ. ആമേൻ. അവൻ പരിപാലിക്കുന്ന ദൈവം. എപ്പോൾ പരിപാലിക്കും? രാഗകാലത്തോ ചിത്തിര മാസത്തോ ഏതെങ്കിലും ഒരു മാസത്തോ? മത്തായി 28:20 നമ്മ പഠിപ്പിക്കുന്ന എപ്പോഴും പരിപാലിക്കുന്നവൻ. ഈവൻ ടു ദി എൻഡ് ഓഫ് ദ ഡേ, ഈവൻ അൻറ്റിൽ ദ എൻഡ്, അവസാന നാൾ വരെ, അവസാന യുഗത്തിൻ്റെ അവസാന നാൾ വരെ നിന്നെ പരിപാലിക്കുന്ന നല്ല ദൈവം. എല്ലാ നാളും
മത്തായി 28:20. 2 ദിനവൃത്താന്തം 16:9. എല്ലാ ഇടത്തും നിന്നെ പരിപാലിക്കുന്ന ദൈവം. ആമേൻ. വെളിപ്പാട് പുസ്തകം 5:8. എപ്പോഴും നിന്നെ പരിപാലിക്കുന്ന ദൈവം. സ്വർഗത്തിൽ യഹോവ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ സമീപം ഭൂമിയിലെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ നിലവിളിയും പ്രാർത്ഥനയും ധൂപവർഗമായി ആ പൊൻകലശത്തിൽ എപ്പോഴും എത്തിക്കൊണ്ടേയിരിക്കും. എപ്പോഴും. അതിന് മൂടിയില്ല. പൊൻകലശത്തിന് മൂടിയില്ല. അതിൻ്റെ അർത്ഥം എപ്പോഴും നമ്മെ പരിപാലിക്കുന്ന ദൈവം. സങ്കീർത്തനക്കാരൻ എഴുതുന്നു 57:2. നമ്മുടെ എല്ലാ വിഷയത്തും സർവ വിഷയത്തിലും നമ്മെ പരിപാലിക്കുന്ന ദൈവം. ആമേൻ, ആമേൻ. അവൻ നിന്റെ പരിപാലകൻ. പൊള്ളുന്ന വെയിലിൽ കൊള്ളുന്ന തണൽ അവൻ്റെ പരിപാലനം. യഹോവ ദൈവം നിന്റെ വലതു ഭാഗത്ത് നിനക്ക് തണൽ. അവൻ വാക്ക് മാറുകയില്ല. സംഖ്യാപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, മൈ ഗോഡ് ഈസ് നോട്ട് ദ മാൻ ടു ലൈ. ബോസ്ക് പറയുവാൻ അവൻ മനുഷ്യനല്ലവേ. ആബ്രഹാമോട്, തൻ്റെ സ്നേഹിതനോട് യഹോവ ദൈവം ഉടമ്പടിயின் അടിസ്ഥാനത്തിൽ ഒരു വാക്ക് പറഞ്ഞു, ഒരു പീരീഡ് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 15:16. 4 നൂറ്റാണ്ടുകൾ ശത്രുവിൻ്റെ അടിമകളായി നിന്റെ തലമുറ പാർക്കേണ്ടി വരും. അണ്ടിൽ വാട്ട് ടൈം? ഏതുവരെ? കർത്താവ് അതിന് ഒരു അവധി വെച്ചു. ഉൽപ്പത്തി 15:16 അമോറിയരുടെ അക്രമം തികയുന്ന നാൾ വരെ. അമോറിയർ എന്നുള്ള ദുഷ്ടജനത്തിൻ്റെ അക്രമം, അനീതി ഞാനത് അനുഭവിച്ചിരിക്കുന്ന ആ നാൾ വരെ, ആ രാത്രി വരെ എൻ്റെ ജനം അടിമകളായി പാർക്കും. ഒരു രാത്രി ഉണ്ട്, അവൻ്റെ അക്രമം തീരും. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ ചുരുക്കുകയോ കൂട്ടുകയില്ല. അതേ രാത്രിയിൽ എൻ്റെ ജനം പുറപ്പെടും വാഗ്ദത്ത ദേശത്തിലേക്ക്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 41. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 16-ാം വചനത്തിൽ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 19-20 വചനങ്ങളിൽ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10-ാം വചനത്തിൻ പ്രകാരം ഈ സത്യ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദൈവം നിശ്ചയിച്ച അതേ നാൾ, പുറപ്പാട് 14:21 നമ്മെ പഠിപ്പിക്കുന്നു, അവർ പുറപ്പെട്ട്. God made them to start their journey. അവർ പുറപ്പെട്ട്. അവർ യാത്ര പുറപ്പെടുമ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ശത്രുവിൻ്റെ പട്ടാളം. പുറപ്പാട് 14:10-ാം വചനത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, അവർ they marched behind them, chastening them. ശത്രുവിൻ്റെ പട്ടാളം, മിസ്രൈമിൻ്റെ പട്ടാളം ഇവരെ പിന്തുടർന്ന് വിടുകയില്ല എന്ന്. പുറപ്പാട് 14:10. ദൈവജനം യഹോവ ദൈവത്തിൻ്റെ മുഖം നോക്കി നിലവിളിക്കുന്നു. ഞങ്ങൾ കൊള്ളുന്ന വെയിൽ അതിഭാരമാകുന്നു. ഇത് വെയിലാണ്. ഞങ്ങൾ കൊള്ളുന്ന വെയിൽ അതിഭാരമാകുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം, മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ശത്രുവിൻ്റെ പട്ടാളം. ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾ എവിടെ പോകും? അപ്പോൾ യഹോവ ദൈവം മുമ്പിൽ പോയിക്കൊണ്ടിരുന്ന ദൂതനോട് ദൈവം സംസാരിക്കുന്നു, നീ അല്പം നിൽക്കുക, നീ പിന്നോട്ട് വരിക, പിന്നിൽ വന്ന് എൻ്റെ ജനത്തിനും പട്ടാളത്തിൻ്റെയും ഇടയിൽ വന്ന് നിൽക്കുക.
പരിപാലിക്കുന്ന ദൈവം. അങ്ങനെ സംഭവിച്ചു. ആമേൻ, ഹല്ലേലൂയ. ശത്രുവിനും തൻ്റെ ജനത്തിനും നടുവിൽ ദൂതൻ വന്ന് നിന്ന് അവൻ നമുക്ക് തണൽ. ഏത് കഷ്ടതയിലും, ഏത് കണ്ണുനീരിലും, ഏത് നിലവിളിയിലും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യുദ്ധ ദിവസത്ത് നമ്മുടെ ശിരസിൽ അവൻ ശിരസ്ത്രം വയ്ക്കും. ആമേൻ, ഹല്ലേലൂയ. സങ്കീർത്തനം 147 നമ്മെ പഠിപ്പിക്കുന്ന യുദ്ധ നാളിൽ, യുദ്ധ സമയത്ത് ദൈവം നമ്മുടെ ശിരസിൽ, നമുക്ക് കേടുപാട് ഉണ്ടാകാതെ നമ്മുടെ ശിരസിൽ ദേവാദി ദൈവം ശിരസ്ത്രം വയ്ക്കും. ഐസയ്യാ പ്രവചനം 4-ാം അധ്യായം 6-ാം വചനം നമ്മെ പഠിപ്പിക്കുന്ന പകൽ വെയിൽ കൊള്ളാതിരുപ്പാൻ ദൈവം നമുക്ക് തണൽ. ആമേൻ. കൊടുങ്കാറ്റും മഴ തട്ടാതിരുപ്പാൻ ദൈവം നമുക്ക് സങ്കേതം, ദൈവം നമുക്ക് മറവിടം, ദൈവം നമുക്ക് കൂടാരം. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ പുത്താണ്ടിൽ എന്ത് സംഭവിക്കുമോ എന്നുള്ള ഭീതിയോട് നീ വന്നിരിക്കുന്നുവോ? കർത്താവ് തരുന്ന വാഗ്ദത്തം, യു ക്യാൻ ബിലീവ് ഹിം, യു ക്യാൻ ബിലീവ് ഹിം. ഈ ദൈവത്തെ നിനക്ക് വിശ്വസിക്കാം, ഈ ക്രിസ്തുവിനെ നിനക്ക് വിശ്വസിക്കാം. 2020 മാർച്ച് മുതൽ രോഗം, ജനം, മരണത്തിൽ ഒഴുകിപ്പോയി. ഭീതി, ഞരക്കം, നിലവിളി, ക്രൂരം. ഈ വർഷം എന്താകുമോ? ദൈവജനമേ, ഒരേ ഒരു കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നു, നീ ദൈവത്തിന് പിടികൊടുക്കണം. ആമേൻ. ദൈവത്തിന് പിടികൊടുക്കണം. ദൈവത്തിന് പിടികൊടുത്താൽ ഭാഗ്യകാര്യം അവൻ ഏറ്റോടും. അവൻ നമുക്ക് പരിപാലകൻ, അവൻ നമുക്ക് തണൽ. നമ്മുടെ വലതുഭാഗത്ത് അവൻ തണൽ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദാവീദ് രാജാവിൻ്റെ അപ്പൻ യേശായി, യേശായിയുടെ അപ്പൻ ഓബേഡ്, ഓബേഡിൻ്റെ അമ്മ യഹൂദ സ്ത്രീയല്ല, ഇസ്രായേൽ സ്ത്രീയല്ല, മോവാബ്യ സ്ത്രീ റൂത്ത്. റൂത്ത് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടത, അവൾ കൊണ്ട വെയില്, ചൂട്, ഞെരുക്കം, നെടുവീർപ്പ്, കണ്ണുനീർ, വിധവ, പരദേശി, അന്യജാതി, കടംഭാരം, ആഹാരമില്ല, ബന്ധോ സ്വന്തമോ ബദലേഖമില്ല, അവൾ ആർക്കുമില്ല. ഞാൻ കതിർ പെറുക്കാൻ പോകട്ടെ, ഞാനൊരു പിശക്കാരിയെ പോലെ കതിർ പെറുക്കാൻ പോകട്ടെ. അന്യൻ്റെ വയലിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ജോലിക്കാരുടെ പുറകിൽ ഒരു പിശക്കാരിയെ പോലെ അവൾ കതിർ പറക്കുന്നു. അപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വചനത്തിൽ ആ ദേശത്തിലെ മൊണ്ണപ്പണക്കാരൻ, സമ്പന്നൻ ബോവാസിൻ്റെ കണ്ണുകൾ, കൃപയുടെ കണ്ണുകൾ ഇവൾ മേൽ പതിഞ്ഞു. അവൻ ചോദിച്ചു, ഹൂസ് ഡാംസൽ ഈസ് ദിസ്, ഹൂസ് ഡാംസൽ ഈസ് ദിസ്? ഈ യുവതി ഏത്? ഇവൾ ഏത്? ഈ സ്ത്രീ ഏത്? അന്വേഷിച്ച ബോവാസ് ഒടുവിൽ വീണ്ടെടുപ്പുകാരനായി, വീണ്ടെടുത്ത ബോവാസ് ഒടുവിൽ അവളുടെ സ്വന്തം ഭർത്താവായി. അവളിൽ നിന്ന് ഒരു ഗോത്രം ഉരുവായി. അവൾ അനുഗ്രഹിക്കപ്പെട്ട്, അവൾ കൊണ്ട വെയിലും നരക്കമും ചൂടും പറയുവാൻ കഴിയില്ല. അവൾക്ക് ദൈവാദി ദൈവം ഒരു തണലായി തീർന്ന്, അതേപോലെ
ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 46-ാം വചനത്തിൽ പ്രവാചകി ഹന്ന 7 ആണ്ടുകൾ കുടുംബജീവിതം, അവളുടെ ജീവിതത്തിൽ സുഖം അനുഭവിച്ചത് വെറും 7 ആണ്ടുകൾ. തുടർന്ന് 84 വർഷം വിധവ, 84 വർഷം വിധവയായി പ്രാർത്ഥന, സ്തുതി, സ്തോത്രം, ദൈവസന്നിധിയിൽ ആരാധന, ഉപവാസം, രാപ്പകൽ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 46-ൽ ഹന്നയുടെ ജീവിതം ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. 84 ഏകാന്തതയുടെ വിധവ ജീവിതം, പ്രാർത്ഥന, പാട്ട്, ഉപവാസം, ആരാധന, ആലയ പരിസരം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അവളെയും ദൈവം കരുതി. സിമിയോനോടൊപ്പം യേശുവിൻ്റെ വരവിന് കാത്തിരുന്ന ദൈവഭക്തൻ സിമിയോനോടൊപ്പം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഈ രക്ഷിതാവിനെ എൻ്റെ കണ്ണുകൾ കണ്ടുവല്ലോ. യേശുവിൻ്റെ പൊന്മുഖം കാണാനുള്ള വലിയ ഭാഗ്യം ഈ വിധവ സ്ത്രീക്ക് ദൈവം കൊടുത്തു. 1 സാമുവേൽ 30-ാം അധ്യായം ആദ്യ 6 വരികളിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദാവീദ് രാജാവിൻ്റെ ഇരുണ്ട അധ്യായത്തിൻ്റെ ഒരു കയ്പിൻ്റെ അവസ്ഥ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് അതർവൈസ് കാൾഡ് ദ സിക്ലാഗ് ട്രാജഡി. സിക്ലാക്കിൽ നടന്ന ഒരു ദുർസംഭവം. ദാവീദിന്റെ കുടുംബം മൊത്തമായി ശത്രുക്കൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. അരൺമന എരിക്കപ്പെടുന്നു, ഭസ്മമാക്കപ്പെടുന്നു. ഇവൻ തനിയനായി ഏകനായി ഒരു കൊച്ചു കുട്ടി നിന്ന് കരയുന്നത് പോലെ ദാവീദ് കരഞ്ഞ്. until the Bible says until David became weak and unable to cry further, he wept and wept. പിന്നെ കരയുവാൻ കഴിയാതെ ആകുവോളം ദാവീദ് കരഞ്ഞ്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച്? എൻ്റെ ഭാര്യ കള്ളന്മാർ കടത്തിക്കൊണ്ടുപോയി, എൻ്റെ പെൺകുട്ടികൾ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു, എൻ്റെ പാർപ്പിടം ഭസ്മമാക്കപ്പെടുന്നു. കൂടെ കാവലിന് നിന്ന 600 ആളുകൾ ഇവന് എല്ലാം പോയെന്ന് കണ്ടപ്പോൾ ദാവീദിനെ നമുക്ക് കല്ലെറിഞ്ഞ് കൊല്ലാം എന്ന് കല്ലെടുത്തതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദാവീദോ വിട്ടുകൊടുത്തില്ല, തളർന്നു പോയില്ല, ക്ഷീണിച്ചു പോയില്ല. 6-ാം വചനം 1 സാമുവേൽ 30:6 the Bible says David strengthened himself in the Lord. കർത്താവിൽ ദാവീദ് ധൈര്യപ്പെട്ട്. വെയിലും ചൂടും സഹജമാണ്, അതിനെ ജയിച്ചടക്കി നിന്റെ വലതുഭാഗത്ത് തണലായി തമ്പുരാൻ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. നാം പഠിക്കണം ദൈവത്തിൻ്റെ തണലിൽ അഭയം പ്രാപിപ്പാൻ ദൈവജനം പഠിക്കണം. ആമേൻ, ഹല്ലേലൂയ. അല്ലാതെ ഒരു തണലുമുണ്ട്, അത് തണലല്ല, നിഴലാണ്. ഐസയ്യാ 30:2 വചനത്തിൻ പ്രകാരം മിസ്രൈമിന്റെ നിഴൽ. മറ്റത് നാം വായിച്ചത് സങ്കീർത്തനം 121:1 യഹോവയുടെ തണൽ. ഭക്തന് യഹോവയുടെ തണൽ, ദൈവത്തിന് പിടികൊടുക്കാത്ത ദുഷ്ടന് ഈജിപ്തിലെ നിഴൽ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിയിൽ 2 തരത്തിലുള്ള ആളുകൾ ഉണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു. 1 ജഡിക സ്വഭാവമുള്ളവർ, 2 ആത്മീക സ്വഭാവമുള്ളവർ. അല്ലെങ്കിൽ 1 മത്സര മനസ്സുള്ളവർ,
രണ്ട് അനുസരണ മനസ്സുള്ളവർ. അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നവർ. അപ്പോസ്തലർ 19:13 പ്രകാരം. രണ്ട് സങ്കീർത്തനം 92:13 പ്രകാരം വചനത്തിൽ നട്ടുവയ്ക്കപ്പെട്ടിരിക്കുന്നവർ. മനസ്സിലായവർ കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ജഡീക സ്വഭാവമുള്ളവർ, അല്ലെങ്കിൽ ആത്മീയ സ്വഭാവമുള്ളവർ, മത്സര സ്വഭാവമുള്ളവർ, അല്ലെങ്കിൽ അനുസരണ സ്വഭാവമുള്ളവർ, അലഞ്ഞു നടക്കുന്ന ആളുകൾ. അപ്പോസ്തലർ 19:13 പ്രകാരം, അല്ലെങ്കിൽ സങ്കീർത്തനം 92:13 അടിസ്ഥാനത്തിൽ ദൈവവചനത്തിൽ നട്ടുവയ്ക്കപ്പെട്ടിരിക്കുന്നവർ. ദൈവവചനത്തിൽ നട്ടുവയ്ക്കപ്പെട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ അനുസരണ മനസ്സുള്ളവർ, അല്ലെങ്കിൽ ആത്മീയ സ്വഭാവം ഉള്ളവരുടെ ജീവിതത്തിൽ വെയിലടിച്ചാൽ യഹോവയുടെ ദൈവം, യഹോവായ ദൈവം അവർക്ക് വലതുഭാഗത്ത് തണൽ. മറ്റവനോ ഐസയ 30 നമ്മ പഠിപ്പിക്കുന്ന അവന് ഈജിപ്തിലെ നിഴൽ. യഹോവയുടെ തണൽ ഒരു നാളും നീങ്ങിപ്പോകാത്ത മറവിടമാകുന്ന ഈജിപ്തിലെ നിഴലോ അതിങ്ങനെ മാഞ്ഞിപ്പോകും. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ധിക്കാരി, മത്സരി, അഹങ്കാരി, ഈ 3 സ്വഭാവവും ഭൂമിയിലുള്ള ആളുകളിൽ നമുക്ക് കാണാം. 1 സാമുവേൽ 8:6 1 സാമുവേൽ 8:19 1 സാമുവേൽ 8:20 വീണ്ടും വീണ്ടും ഈ ജനം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ധിക്കാരം കാണിച്ചു. ഞങ്ങൾക്ക് ഈ ദൈവം വേണ്ട, മറ്റ് ജാതി ജനത്തെ പോലെ ഞങ്ങൾക്ക് രാജാവിനെ വേണം. ഫിലിസ്ത്യർക്ക് രാജാക്കന്മാരുണ്ട്, അമോര്യർക്ക് രാജാക്കന്മാരുണ്ട്, അമാൽക്കർക്ക് രാജാക്കന്മാരുണ്ട്, മോവാബ്യർക്ക് രാജാക്കന്മാർക്ക് ഉണ്ട്. ഞങ്ങൾക്ക് രാജാവിനെ വേണം. 3 പ്രാവശ്യം ധിക്കാരം കാണിച്ചു. ധിക്കാരം. രണ്ടാമത് മത്സരം. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഈ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ കർത്താവ് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ നൽകിയാണ് ഇവിടെ പുറപ്പെടുവിച്ചത്. പുറപ്പാട് 14:15 പ്രകാരം ഏത് സന്ദർഭ സാഹചര്യം വന്നാലും ഡോണ്ട് ഗോ ബാക്ക്, എവർ ഗോ ഫോർവേഡ്. പുറകിൽ പോകരുത്, പുറകോട്ട് പോകരുത്, എപ്പോഴും മുമ്പിൽ പോകുക. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന മനപൂർവം ദൈവത്തോട് ഈ ജനം മത്സരിക്കുന്ന. സംഖ്യ 14:4 അവർ നിന്ന് ദൈവത്തിന് വിരോധമായി കൂട്ടം കൂടി തലവനെ നിശ്ചയിച്ച് മടങ്ങി പുറകോട്ട് പോകുവാൻ അവർ തീരുമാനിച്ചതായി ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. മത്സരം, ധിക്കാരം. സദൃശവാക്യം 28:26 പ്രകാരം, സങ്കീർത്തനം 52:7 പ്രകാരം, ജെരേമിയ 9:23 പ്രകാരം അഹങ്കാര സ്വഭാവമുള്ള ആളുകൾ തൻ്റെ ധനത്തിൽ, തൻ്റെ ബലത്തിൽ, തൻ്റെ ജ്ഞാനത്തിൽ മാത്രം, അവിടെ ദൈവത്തിന് സ്ഥാനമില്ല. അവർക്കോ ദൈവത്തിൻ്റെ തണൽ കിട്ടുകയില്ല. അവർക്കുള്ളത് ഈജിപ്തിലെ നിഴൽ. ആ നിഴലിനെയും നീ ആശ്രയിച്ചാൽ ഐസയ 30:2 നമ്മ പഠിപ്പിക്കുന്നു, ആശ്രയിക്കുന്നവന് അയ്യോ കഷ്ടമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. ഹല്ലേലൂയ. മിനിസ്ട്രി ഓഫ് ജീസസ് പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471
222 0100.